VC-മാർ മാപ്പ് പറയണ്ടേ എന്നതാണ് ചോദ്യം. മാപ്പ് പറയണോ ആൻഡ് ഗസ്റ്റ്? ഇത് പറയാൻ മുഖ്യമന്ത്രിക്ക് എന്ത് ധാർമ്മികതയുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ബി അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഡയറക്ടറാക്കി വെച്ചു. ആരായി വി അശോക്? നിങ്ങൾ നേരത്തെ പറഞ്ഞു. പക്ഷേ അതിൻ്റെ അകത്തൊരു കാര്യമുണ്ട്. 13 വർഷം മുന്നേ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് ഉമ്മൻചാണ്ടിയാണ്. എന്തിനാണെന്നറിയോ? ഈ RSS BJP ബന്ധത്തിൻ്റെ പേരിലാണ്. അത് ആരെ പൊഴുത്തി പറഞ്ഞിട്ടാണ്? നരേന്ദ്രമോദിനെ പൊഴുത്തി പറഞ്ഞിട്ടാണ്. 13 വർഷം മുന്നേ ഉമ്മൻചാണ്ടി സസ്പെൻഡ് ചെയ്ത ഒരാളെ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തലപ്പത്ത് കൊണ്ടുവച്ചിരിക്കുകയാണ് VD സതീശൻ സർക്കാർ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. രണ്ടാമത്തെ കാര്യം, നേരത്തെ അരുൺ സാർ പറഞ്ഞല്ലോ, ഈ സർവകലാശാലകളെല്ലാം എന്താണ്, സ്വയംഭരണ അധികാരമുള്ള സ്ഥാപനങ്ങളാണ്. ഇതെല്ലാം കൂടി കൊണ്ടുവന്നിട്ട് എല്ലാ VC-മാരെയും കൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എല്ലാവരുടെ അഭിപ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് നടപ്പിലാക്കേണ്ട ഒരു സംവിധാനമാണോ ഇത്? ചോദിക്കുമ്പോൾ അത് വളരെ കൂളായിട്ടാണ് പറയുന്നതെന്ന് നോക്കിക്കേ. കണക്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കണക്ക് മറ്റേ VC-ക്ക് അറിയേണ്ട കാര്യമുണ്ടോ? അവിടുത്തെ കണക്ക് ഇവിടുത്തെ VC-ക്ക് അറിയേണ്ട കാര്യമുണ്ടോ? ഇതെല്ലാവരും കൂടെ ഒന്നിച്ചാണ്. എന്നാൽ പിന്നെ ഒരു VC ഒരു സ്ഥാപനം ഉണ്ടാക്കിയിട്ട് കുറേ സ്ഥാപനം, നമ്മൾ സ്കൂളുകളൊക്കെ തുടങ്ങുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം ഉണ്ട്, അതിൻ്റെ സംസ്ഥാനങ്ങളായി കേരളത്തിൽ മുഴുവൻ അങ്ങോട്ട് തുടങ്ങിയാൽ പോരെ? അങ്ങനെ നടത്തിയാൽ പോരായിരുന്നോ? അങ്ങനെയാണോ? അതായത് മലയാള സർവകലാശാലയും കുസാറ്റും MG സർവകലാശാലയൊക്കെ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്? അങ്ങനെയാണോ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്? എന്നിട്ട് അതിനൊക്കെ വന്നിരുന്ന് ന്യായീകരിക്കുകയാണ്. RSS ഇത് കൃഷി ഈ പിന്നെ എന്താ കാർഷിക സർവകലാശാലേൻ്റെ സെക്രട്ടറിയായിരുന്ന സമയത്ത് സെക്രട്ടറിയായിരുന്ന സമയത്ത് അദ്ദേഹം ഗവൺമെൻറ് പാസ്സാക്കിയ ബില്ലില്ലേ, അത് ഒപ്പിട്ടിരുന്ന് ഗവർണർക്ക് കത്തയച്ച ആളാണ്. അത് ഒപ്പിട്ടിരുന്ന് പറഞ്ഞിട്ട് അയച്ച ആളാണ്. ആർക്ക്? ഇത് ഗവർണർക്ക് ഇദ്ദേഹം കത്തയക്കുകയാണ്. നിയമസഭ പാസ്സാക്കിയ ബില്ല് ഒപ്പിട്ടിരുന്നു. അദ്ദേഹത്തെ ഈ തലപ്പത്ത് കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഇവർക്ക് ഒരു പ്രശ്നമില്ലല്ലോ. VD സതീശൻ സർക്കാരിനും റോജി MJ ഉണ്ടെന്നും ഒരു പ്രശ്നമില്ല. രണ്ടാമതെന്താ അറിയോ, ഈ ഗവർണറുടെ വക്കീലിനെ AG ആക്കി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ലല്ലോ. ഗവർണറുടെ വക്കീലിനെ AG ആക്കുന്നതിന് അവർക്ക് പ്രശ്നമില്ല എന്നുള്ളതാണ്. പിന്നെ അടുത്തെന്താ, ഈ പ്രീംസീവായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ വരിക, എന്നിട്ട് ഇപ്പോൾ അഴകുഴമ്പം നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇത് BJPക്കെതിരെ ശക്തമായി റോഡുകളിൽ മുഴുവൻ പ്രശ്നമുണ്ടാക്കി, വിദ്യാഭ്യാസ സംവിധാനങ്ങളെ മുഴുവൻ RSS വൽക്കരിക്കുകയാണ്, സംഘീയവൽക്കരിക്കുകയാണെന്ന് സമരം നടത്തി. ലീഗും ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസ് എല്ലാം കൂടി ഘോരഘോരം പ്രസംഗിച്ച് അധികാരത്തിൽ വന്നതിന് ശേഷം അതിന് മറുപടിയില്ല. ഇവർക്ക് പിന്നെ എന്ത് ധാർമ്മികതയുള്ളത്? ഈ മനക്കപ്പടി സ്കൂളിൽ പോയിട്ട് ഗോവത്കറുടെ മുന്നിൽ തിരി കത്തിച്ച ആൾക്ക് പിന്നെ ആരോട് മാപ്പ് പറയാനാണ് പറയാൻ പറ്റുക? ആരോടാണ് പറയാൻ പറ്റുക അതിനകത്ത്? പിന്നെന്താണ്, മുഖ്യമന്ത്രിയും മന്ത്രിമാരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം വന്ദേ ഭാരതം മുഴുവൻ പാടി എണീറ്റ് നിന്നപ്പോൾ ഒരു പ്രശ്നം കണ്ടില്ലല്ലോ. എന്തെങ്കിലും പ്രശ്നം കണ്ടോ? കണ്ടില്ലല്ലോ. അപ്പോൾ നിയമസഭയ്ക്ക് അകത്ത് പാടിയപ്പോഴും ഒരക്ഷരം മിണ്ടുന്ന കണ്ടില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് ചെയ്യാം. ഇതൊന്നും ചെയ്യുന്നതിന് ഇവർക്കൊന്നും മിണ്ടാൻ പറ്റില്ല. പക്ഷേ എന്താണ്, VC-മാർ മാപ്പ് പറയണം എന്നാ പറയുന്നത്? VC-മാർ മാപ്പ് പറയണമെന്ന് പറയാനുള്ള ധാർമ്മികത നമുക്കുണ്ടോ എന്ന് നോക്കണ്ടേ? എന്നാൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടൊക്കെ അങ്ങ് അവസാനിപ്പിച്ചേക്കാണ്. ആ സംവിധാനം അവസാനിപ്പിച്ചിട്ടുള്ള BJPക്ക് കേരളത്തിൽ അവരുടെ രാഷ്ട്രീയം പറയാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കാന്നുള്ളത്. ഇന്ന് സുരേന്ദ്രൻ എന്ന് പറയുന്നത് എന്താ? സുരേന്ദ്രൻ മാപ്പ് പറയുകയാണെങ്കിൽ ആദ്യം പറയേണ്ടത് VD സതീശനാണ് എന്ന് BJPയുടെ മുൻ അധ്യക്ഷൻ എന്ന് പറയുകയാണ്. ആദ്യം പറയേണ്ട ആളാരാ? VD സതീശനാണ് എന്ന് പറയുകയാണ്. അത് കേൾക്കേണ്ട അവസ്ഥ വരികയാണ് അല്ലേ? ഇന്ന് V മുരളീധരൻ പത്രസമ്മേളനം നടത്തിയിട്ട് എന്തിന് അങ്ങനെ അവരവരുടെ രാഷ്ട്രീയം പറയാനുള്ള എല്ലാ സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. നിയമസഭയിൽ 3 BJP MLA-മാർ വന്നു. അതിൽ ചട്ടം ലംഘിച്ച് രണ്ടാമത് സംസാരിക്കാൻ വേണ്ടി BJP MLA-ക്ക് അനുവാദം കൊടുത്തു. അടിയന്തര പ്രമേയത്തിന് നോട്ടീസിൽ ഇല്ലാതിരുന്നിട്ട് അനുമതി കൊടുത്തു. അപ്പം പ്രതിപക്ഷ നേതാവ് എണീറ്റ് ചോദിക്കുക, ഇത് ചട്ടം ലംഘിച്ചല്ലേ ഇത് കൊടുക്കുക? ഇതെൻ്റെ പാരമ്പര്യമാണെന്ന് പറഞ്ഞ സ്പീക്കറാണ് അവിടെ ഇരിക്കുന്നത്. ഇതെൻ്റെ പാരമ്പര്യമാണ് പോലും എന്ന് പറയുകയാണ് സ്പീക്കർ. അപ്പം ഇതാണ് സംവിധാനം. എന്നിട്ട് പറയുകയാണ് ഞങ്ങളാണ് കേരളത്തിൽ BJPക്കെതിരെ ശക്തമായി പോരാടുന്നത് എന്ന് പറയുകയാണ്. ഇവിടുന്ന് ചാർട്ടർ ഫ്ലൈറ്റ് എടുത്ത് മംഗലാപുരത്ത് പോയിട്ട് അവിടുത്തെ NDA നേതാവിൻ്റെ വീട്ടിൽ പോവാണ്. പ്രശ്നമില്ലല്ലോ. പ്രശ്നമില്ല. വേറെ ആരെങ്കിലും ഇത് ചെയ്തുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. ഒരു പ്രശ്നമില്ല. അവിടെ ചെന്ന് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ താൽക്കാലിക VC-ൻ്റെ ലിസ്റ്റ് കൊടുത്തില്ല. താൽക്കാലിക VC-ൻ്റെ ലിസ്റ്റ് കൊടുക്കാതെ D മാവൂത്തിനെ താൽക്കാലിക VC ആക്കി. കമാന്നൊരക്ഷരം ഇതുവരെ മിണ്ടിയോ? കമാന്നൊരക്ഷരം. 19 സെനറ്റ് അംഗങ്ങളെ, അതായത് സംഘബന്ധമുള്ള 19 പേരെ സെനറ്റ് അംഗങ്ങളായിട്ട് ഗവർണർ നിയമിച്ചു. ഇതുവരെ കമാന്നൊരക്ഷരം മിണ്ടിയോ? ഈ മിണ്ടാത്ത ആളാണ് വന്നിട്ട് പറയുന്നത് ഏത് VC മാപ്പ് പറയണം എന്നുള്ളത്. ഇതിനേക്കാളും വലിയ പ്രശ്നമാണ് അത്. ഇതൊരു പിന്നെന്താണ്, പരിപാടിയിൽ പങ്കെടുത്തതിനേക്കാളും വലിയ പ്രശ്നമല്ലേ? ഒരു സ്വയംഭരണ സർവകലാശാലയുടെ തലപ്പത്ത് ഒരു താൽക്കാലിക VC-നെ ഒരു പിന്നെ ഇത് സംഘബന്ധമുള്ള അല്ലെങ്കിൽ ഗവർണർ നേരിട്ട് നിശ്ചയിക്കുന്നത്, സർക്കാരിൻ്റെ അടുത്ത് ലിസ്റ്റ് വാങ്ങാൻ നേരിട്ട് നിശ്ചയിച്ചതിനെ കുറിച്ചൊരു അക്ഷരം വേണ്ടിയിട്ടില്ലാന്ന്. ഏത് സർവകലാശാലയുടെ സെനറ്റിലേക്ക് 19 പേരെ നിശ്ചയിച്ചു. കമാന്നൊരക്ഷരം വേണ്ടിയിട്ടില്ല. പിന്നെ ഇവരെന്ത് മറുപടി പറയാനാ? ഇവർക്ക് അതിനകത്ത് എന്ത് യോഗ്യതയുടെ മേലെയുള്ളത്? അപ്പം നമ്മൾ പറയുന്ന സമയം എന്താ അറിയോ? ഇതെന്തിനാണെന്നറിയോ? ഇതിനകത്ത് UDF സർക്കാരിനോ VD സതീശൻ സർക്കാരിനോ ഒരു നഷ്ടവും സംഭവിക്കാനില്ല. എന്താ?
അയ്യോ ഞങ്ങൾ ശക്തമായി എതിർത്തില്ലേ എന്ന് കാണിക്കുകയും ചെയ്യുക. ഇപ്പോൾ കാര്യമായിട്ട് കാരണം BJPക്ക് അത്യാവശ്യം അവരുടെ രാഷ്ട്രീയം പറയുകയും ചെയ്യാം, അതിനുള്ള സൗകര്യമൊക്കെ ആയി. പക്ഷേ VD സതീശൻ സർക്കാർ എന്ത് നഷ്ടമുള്ളത്? എന്ത് നഷ്ടമുള്ളത്? എന്ത് നഷ്ടമുള്ള സംവിധാനം ഉണ്ടെന്ന് ഇവരൊന്ന് ഈ PM ശ്രീയിലൊന്ന് നിലപാട് സ്വീകരിച്ച് കാണിച്ചു തരട്ടെ. RSSൻ്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എന്താണ് കേരളത്തിലെ സ്കൂളുകളിൽ മുഴുവൻ PM ശ്രീ നടപ്പിലാക്കുകയാണെന്നാണല്ലോ പറഞ്ഞത്. അതല്ലേ ഏറ്റവും അധികം. കാരണം കുരുന്നുകളുടെ ജീവിതത്തിലേക്കല്ലേ ഇത് പിന്നെ സർവകലാശാല എന്തെങ്കിലും വെക്കാം, കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിലും വെക്കാം. അവിടെ എന്താ മറുപടി നിലപാട് സ്വീകരിക്കാത്ത? അതിനെന്താ ഒരു മാപ്പ് പറയുന്നില്ലേ? കേന്ദ്ര സർക്കാർ കേരള സർക്കാരോട് ചോദിച്ചിരിക്കുകയാണ് എന്താണ് PM ശ്രീയിൽ നിങ്ങളുടെ നിലപാട് എന്ന് ചോദിക്കുകയാണ്. ചോദിച്ചിട്ട് 3 ദിവസമായി, ഇതുവരെ കമാന്നൊരക്ഷരമില്ല. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ ആ മന്ത്രി വന്നിട്ട് പറയുകയാണ് നിങ്ങൾ പൈസ മേടിച്ചില്ലേ, പൈസ മേടിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് പിന്മാറാൻ പറ്റുന്നില്ല. അടുത്ത ദിവസം വാർത്ത വരികയാണ് പൈസ മേടിച്ചിട്ടില്ല എന്ന് വാർത്ത വരികയാണ്. എന്നിട്ട് കേന്ദ്രത്തിന് ഇതെന്താ ചെയ്യണമെന്ന് അറിയില്ല. കാരണം ഇടതുപക്ഷ സർക്കാർ പോയ സമയത്ത് PS ശ്രീയായി മുന്നോട്ട് പോകുന്നില്ല എന്ന് കത്ത് കൊടുത്തു. അതിൽ നിങ്ങളുടെ നിലപാട് എന്ത് എന്നുള്ളത് UDF സർക്കാരോട് മറുപടി ചോദിച്ചിട്ട് അതിന് മേലെ മറുപടിയില്ല. എന്നിട്ടാണ് ഇവർ വന്ന് പറയുന്നത് നിങ്ങൾ മോഹൻ ഭാഗവതിൻ്റെ കൂടെ പരിപാടിയിൽ പങ്കെടുത്തില്ലേ, അതിന് മാപ്പ് പറയണം എന്നുള്ളത്. ആരാ മാപ്പ് പറയേണ്ടത്? ഇവരാണ് ആദ്യം മാപ്പ് പറയേണ്ടത്. അപ്പം ഇത് മനസ്സിലാക്കുന്നില്ല. ഇത് മനസ്സിലാക്കാനുള്ള സാഹചര്യം ഇവർക്കില്ല. ഇവർക്ക് അറിയാഞ്ഞിട്ടല്ല കേട്ടോ, ഇവർ കണ്ണടച്ച് ഇരുട്ടാക്കാണ്. ഇവരുടെ മനസ്സിൽ ഇതെല്ലാം ഉണ്ട്. കാരണം നമ്മൾക്ക് ദോഷമില്ല സംവിധാനം. ഇപ്പം AGനെ ഗവർണറുടെ വക്കീലിനെ AG ആക്കുന്ന സമയത്ത് ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ഒരാളും പ്രശ്നം ഉന്നയിച്ചാൽ അതൊരു പ്രശ്നമായിട്ട് തന്നെ കാണുന്നില്ല. കാരണം അന്നേരം പറയുന്ന ന്യായീകരണം എന്താ? ആർക്കൊക്കെ വേണ്ടി ആരൊക്കെ വക്കീലുമാർ പണിയെടുത്തിട്ടുണ്ടാവും എന്ന് വെച്ച് അവരെല്ലാം സംഘബന്ധമുള്ളവരാണോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ എന്തിനാ ഇന്നലെ KB പ്രദീപിനോട് രാജിവെക്കാൻ പറഞ്ഞത്? KB പ്രദീപ് ഈ പറഞ്ഞ BSOക്ക് ചെയ്തതിൻ്റെ പകുതി പോലും ചെയ്തിട്ടില്ല. BSOക്ക് മനോരമയ്ക്കും കേരള കൗമുദിക്കും ഈ പറഞ്ഞ RSS BJP വലിയ സംഭവമാണെന്നും ഈ പറയുന്ന നരേന്ദ്രമോദിക്ക് വലിയ സംഭവമാണെന്നും കേരളത്തിൽ ഇതൊക്കെ ചെയ്യുന്നത് വലിയ അപരാധമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് വലിയ ലേഖനം എഴുതിയിട്ട് UDFൻ്റെ മുഖ്യമന്ത്രി സസ്പെൻഡ് ചെയ്ത ആളെ അതൊന്നല്ലോ KB പ്രദീപ്. അത്ര വലിയ കുറ്റം ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് ഈ ഗവർണർക്ക് നേരിട്ട് ഇടപെടാൻ പറ്റിയ ഏക സംവിധാനം ഏതാ? ഉന്നത വിദ്യാഭ്യാസ വകുപ്പല്ലേ അല്ലേ? അവിടെ ഒരു UDFകാരനെ വെക്കണ്ടായിരുന്നു സെക്രട്ടറി ആയിട്ട്, അല്ലെങ്കിൽ UDFന് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്ന ആളെ വെക്കേണ്ടത്. നിലപാടാണെങ്കിൽ അതിനോട് UDFൻ്റെ നയം നടപ്പിലാക്കാൻ പറ്റിയ ഒരാളെ അവിടെ വെക്കേണ്ടത്. അവിടെ RSSൻ്റെ നയം വെക്കുക, അല്ലെങ്കിൽ BJPയുടെ നയം നടപ്പിലാക്കാൻ പറ്റിയ ഒരാളെ വെച്ചിട്ട് ഈ ന്യായീകരണം പറയുന്നതിൽ അർത്ഥമുണ്ടോ? അപ്പോൾ നമ്മൾ പറയുമ്പോൾ എന്താണ്, അയ്യോ ഞങ്ങൾ ഇത് കണ്ടില്ലേ ശക്തമായി നിലപാട് സ്വീകരിച്ചു എന്നുള്ള. രാവിലെ പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തി. ഇതൊക്കെ പറയുമ്പോഴാണ് ഓർമ്മ വരുന്നത് കേട്ടോ, ഇങ്ങനൊരു സാധനം നടന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് ഓർമ്മ വരുന്നത്. എന്നിട്ട് വന്നിട്ട് 4 വാക്കിൽ ഫേസ്ബുക്കിലിട്ട് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശക്തമായി നിലപാട് സ്വീകരിക്കുക, വാ തുറന്ന് പറയണമെന്നേ. കാരണം എന്താണ് മുഖ്യമന്ത്രി സർക്കാർ UDF സർക്കാർ അദ്ദേഹത്ത് വന്ന സമയത്ത് എന്താ, ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ടേ വേറെ ആരോട് പറയുള്ളൂ കേട്ടോ. കേരളത്തിലെ മാധ്യമങ്ങളോട് പറഞ്ഞാണ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ, എത്ര വലിയ സ്വകാര്യമാണെങ്കിലും നിങ്ങളോട് ഞാൻ ആദ്യം പറയും. നിങ്ങൾ അടുത്ത ദിവസങ്ങൾ ഏതെങ്കിലും കണ്ടോ? ലീഡർമാരുടെ നിയമനം കഴിഞ്ഞിട്ട് കണ്ടോ? ഒരക്ഷരം കണ്ടില്ലല്ലോ. ആദ്യത്തെ 15 ഞാൻ പറഞ്ഞു ഇതിൽ ബുദ്ധി കേന്ദ്രം വർക്ക് ചെയ്യുന്ന ഞാൻ മനസ്സിലാക്കിയത്. 2 ദിവസം 1 മിനിറ്റ് 2 ദിവസം കേരളത്തിലെ മാധ്യമങ്ങളെ മുഴുവൻ 2 ദിവസം കേരളത്തിലെ മാധ്യമങ്ങളെ മുഴുവൻ മുഖ്യമന്ത്രിയുടെ പുറകെ ഓടിച്ചു. ഡൽഹി പോയപ്പോൾ ഡൽഹി, ബോംബെ പോയപ്പോൾ ബോംബെ, കോഴിക്കോട് പോയപ്പോൾ കോഴിക്കോട്, എറണാകുളത്ത് ഓടിച്ചു. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടും തട്ടി ലാസ്റ്റ് ഇങ്ങേരെ കൂടെ പോയിട്ട് കാര്യമില്ലാതെ വെച്ച് മാധ്യമങ്ങൾ നിർത്തി പരിപാടി. കാരണം എന്തുകൊണ്ടാ ബുദ്ധിയാണ്. കാരണം എന്താ, നിങ്ങളെ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ട് പറയാണ് ഞാൻ ഇനി എല്ലാ ബുധനാഴ്ചയും പത്രസമ്മേളനം നടത്തും കേട്ടോ, എല്ലാ ബുധനാഴ്ചയും പത്രസമ്മേളനം. അതിനകത്ത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ ചോദിക്കും, ഞങ്ങൾ ഇഷ്ടമുള്ള ആൾക്കാരുടെ ചോദ്യത്തിന് മറുപടി പറയും എന്ന് പറഞ്ഞിട്ട് പോവാണ്. അത്രേ ഉള്ളൂ. അപ്പം ഇതിനേക്കാളും വലിയ പ്രശ്നം നിങ്ങൾ മുമ്പുള്ള വാർത്ത നമ്മൾ വിമർശിച്ചിട്ടല്ല വരുന്നത്. അപ്പം ഞങ്ങൾ അതിനേക്കാളും വലിയ മാന്യന്മാരാണ്, ഞങ്ങളുടെ വാർത്താ സമ്മേളനം നിങ്ങൾ കണ്ടുപഠിക്കൂ എന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ വന്നിട്ട് അത് കാണുന്നില്ല എന്നാണ് പറയുന്നത്. വിമർശിച്ച കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. ഞങ്ങളിവിടെ എന്തൊക്കെയോ മല പറിക്കാൻ പോവുകയാണ്, ഞങ്ങളിതാ BJPക്കെതിരെ ശക്തമായി പോരാട്ടം നടക്കുകയാണ്, ഞങ്ങളിവിടെ PM ശ്രീനെ തകർക്കാൻ പോവുകയാണ്, ഞങ്ങൾ RSSകാരെ അങ്ങോട്ടും നീങ്ങാൻ പറ്റില്ല ഇങ്ങോട്ടും നീടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ട് കമാന്നൊരക്ഷരം പറഞ്ഞാൽ മതി. RSS എന്ന് പറയുന്ന വാക്ക് ഇന്നത്തെ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഇല്ല കേട്ടോ. ഒന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ അടുത്തുനിന്ന് ഒരു വാക്ക് കാര്യമായിട്ട് പറയുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത് BSOക്ക് ഞാൻ അറിഞ്ഞിട്ട് നിയമിച്ചതാണ്.
ബി അശോക് ഞാൻ അറിഞ്ഞിട്ട് നിയമിച്ചതാണെന്ന് പറഞ്ഞാൽ അതും മതി. ബാക്കി കേരളത്തിലെ ജനങ്ങൾക്ക് വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല, അത് മതി. അതോടുകൂടി കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യം മുഴുവൻ മനസ്സിലാവും. ജനങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നു. അതാണ് കേക്ക് നമുക്ക് മനസ്സിലാവും. കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് അയ്യോ ഞങ്ങൾ ഒരൊറ്റ സ്മൃതി വേണം. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കും. എന്താ അറിയോ, PM ശ്രീയിലെ UDF നിലപാടൊന്ന് പറയില്ലേ? മാസം ഒന്നായി കഴിഞ്ഞ ബുധനാഴ്ച അതിന്റെ മുമ്പത്തെ ബുധനാഴ്ച കഴിഞ്ഞു. ഈ ക്യാബിനറ്റിലാണ് PM ശ്രീ ചർച്ച ചെയ്യാൻ പോകുന്നത്. 27 ദിവസമായ ഒരു സർക്കാരുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിട്ടാണോ പാർട്ടി അവരുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുന്നത്? പാർട്ടിയോടുള്ള കാര്യമാണോ ഇപ്പൊ പറഞ്ഞത്? പാർട്ടിയുടെ മുഖ്യമന്ത്രി പാർട്ടിക്ക് എന്താ നിലപാട്? പാർട്ടി പ്രസിഡന്റ് ചോദിക്കൂ. ഇത് ചോദിച്ചിട്ട് അതിനെ പറ്റിയല്ല ഇവിടെ പറഞ്ഞത്. CM-ന്റെ വാർത്താ സമ്മേളനത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു കാര്യം കൂടി പറയാം കേട്ടോ, കേരള സർവകലാശാലയിൽ വേറൊരു അപകടകരമായ കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഈ VC നിയമനത്തിനിടയിൽ വിട്ടുപോയൊരു കാര്യമാണ്. അത് നമ്മുടെ നാളെ ചിലപ്പോൾ നമ്മൾ റിപ്പോർട്ടർ ബ്രേക്ക് ചെയ്യും. സർവകലാശാലയിലെ അല്ല, അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പറയാല്ലേ? പറഞ്ഞേക്കാം. നിരാശപ്പെടുത്തായിരിക്കും. ശരി, എന്താ പിന്നെ നാളെ നമ്മൾ റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്യട്ടെ. അല്ല, ഗുരുതരമായ കാര്യം നാളെ നമ്മൾ റിപ്പോർട്ടർ ഗോപാൽ വാർത്ത റിപ്പോർട്ട് ചെയ്യും. അപ്പൊ നമുക്കത് നാളെ കാത്തിരുന്ന് കാണാം. അപകടകരമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാണാലോ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും കണ്ടില്ലെന്ന് നടിക്കരുത്. ഇത് അത്യന്തം അപകടകരമായ സ്ഥിതിവിശേഷമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗവർണർ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന രീതിയെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. VC-മാർ മാപ്പ് പറയണ്ടേ എന്നാണ് ചോദ്യം. എന്ന് PS എന്തൊരു കൂട്ടിച്ചേർക്കാനുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ പറഞ്ഞത് ഈ 1-2 VC-മാർ ഒരുപക്ഷെ CPM-ന്റെ ഒരു സമ്മേളനത്തിലാണ് പങ്കെടുത്തിരുന്നതെങ്കിൽ എന്തായിരിക്കും കേരളത്തിലെ പുകില്? പിന്നെ അപ്പോ ഭയങ്കരമായി പോയി. ഇത് പാർട്ടിയുടെ ഇങ്ങനെ കൂട്ടിച്ചേർക്കരുത് കേട്ടോ. RSS ചർച്ച ചെയ്യുമ്പോഴേ CPM-ന്റെ പരിപാടി പങ്കെടുത്ത ഒരു കുഴപ്പമുണ്ടല്ലോ. കക്ഷി രാഷ്ട്രീയമായിട്ടൊക്കെ പലരും പലതായി ചിന്തിക്കും. RSS-ന്റെ ഗൗരവം അതല്ല. നമ്മളെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. RSS അത്രത്തോളം പങ്കെടുത്തിട്ട് മുഖ്യമന്ത്രി ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ട്വീറ്റും ഇട്ടാ മതിയോ? ഇറങ്ങി നടന്ന് വിളിച്ചു പറയണം. VC-മാരുടെ കയ്യിലിരുന്നാ മതി എന്ന് പറയണം. അതിനുള്ള കുത്തക മാത്രമാണ്. ഈ വിഷയത്തിൽ പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞു, പ്രതികരിച്ചു. അപ്പൊ പ്രതികരിച്ചു എന്ന് പറയാൻ വേണ്ടി ഒരു പ്രതികരണം അത്രേ ഉള്ളൂ. അതെ, അത് നിങ്ങൾ കാണുന്നു എന്നനുസരിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഇങ്ങനെയൊക്കെ ചെയ്യാമോ? നമ്മൾ നാളെ കാണണ്ടേ? ഇങ്ങനെയൊക്കെ ചെയ്യാമോ? നമ്മൾ നാളെ കാണണ്ടേ? ഇങ്ങനെയൊക്കെ ചെയ്യാമോ? നമ്മൾ നാളെ കാണണ്ടേ എന്ന് ട്യൂണി വായിക്കണം. മുഖ്യമന്ത്രിയുടെ VC-മാർ BJP-ന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ പുറകെ വന്നിട്ട് പറയാം, നിങ്ങളൊന്ന് മാപ്പ് പറയൂ. അപ്പം Meet the editors.